ഗസയിൽ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാറിന് ഇസ്രയേലും ഹമാസും തയ്യാറാകണമെന്ന് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ഗസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാനും ബന്ദികളുടെ മോചനത്തിനും ഇത് അനിവാര്യമാണെന്നും ബ്ലിങ്കൻ പറഞ്ഞു. അമേരിക്കയിലും ആഗോളതലത്തിലും രൂപപ്പെട്ട ശക്തമായ സമ്മർദ്ദമാണ് വെടിനിർത്തൽ ആഹ്വാനം മുന്നോട്ട് വയ്ക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. വെടിനിർത്തൽ കരാറിന് ഇനിയും സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് CIA ഡയറക്ടർ വില്യം ബേൺസ് വ്യക്തമാക്കുന്നത്. നിലവിലെ ചർച്ചയിൽ ഹമാസ് അനുകൂല തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുസ്ഥിരമായ വെടിനിർത്തൽ ഏർപ്പെടുത്താൻ അമേരിക്ക തുടർച്ചയായി പ്രവർത്തിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പലസ്തീനികൾക്കും ഇസ്രയേലികൾക്കും സ്വാതന്ത്ര്യം, അന്തസ്സ്, സുരക്ഷ, സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരമാണ് US ലക്ഷ്യമാക്കുന്നതെന്നും സമാധാനത്തിലേക്കുള്ള ഏകപാത അതാണെന്നുമാണ് ബൈഡന്റെ പ്രസ്താവന. കര, ആകാശം, കടൽ എന്നിവ വഴി ഗസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം ലഭിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് അമേരിക്ക നേതൃത്വം നൽകുന്നത് തുടരുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. നെതന്യാഹുവിനെതിരെ ഇസ്രയേലിൽ വൻ പ്രക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്ന US വാർഷിക ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ അമേരിക്കയും നെതന്യാഹു സർക്കാരുമായുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയാണ്. റഫക്ക് നേരെ ആക്രമണം നടത്തിയല്ലാതെ ഹമാസിന് തുരത്താൻ കഴിയില്ലെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെയും അമേരിക്ക രംഗത്തു വന്നു. റഫക്ക് നേരെയുള്ള ആക്രമണ പദ്ധതിയെ പിന്തുണയ്ക്കില്ലെന്നാണ് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേശകൻ ജെയ്ക്ക് സള്ളിവൻ വ്യക്തമാക്കുന്നത്. 10 ലക്ഷത്തിലേറെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെയുള്ള ഓപ്പറേഷൻ കൂട്ടക്കുരുതിക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്ന US അഭ്യർത്ഥനയും നെതന്യാഹു സർക്കാർ തള്ളുകയായിരുന്നു. അതിനിടെ കടൽ മാർഗം സഹായം എത്തിക്കാൻ 4 സൈനിക കപ്പലുകൾ അമേരിക്ക അയക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. സൈപ്രസിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളുമായി ആദ്യ കപ്പൽ കഴിഞ്ഞ ദിവസം പുറപ്പെട്ടിരുന്നു. എന്നാൽ കരമാർഗം ഗസയിലേക്ക് സഹായം എത്തിക്കാൻ മുൻഗണന നൽകണമെന്നാണ് സംയുക്ത പ്രസ്താവനയിൽ UN നിർദ്ദേശിക്കുന്നത്. തുറമുഖ നിർമ്മാണം ഉൾപ്പെടെ ബദൽ മാർഗങ്ങൾ നല്ലതാണെങ്കിലും ഗസയിലെ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടാൻ അത് പര്യാപ്തമല്ലെന്ന് UN-ഉം യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കി. ഗസയിൽ ഓരോ മിനിറ്റിലും സ്ഥിതി കൂടുതൽ സങ്കീർണമായി മാറുകയാണെന്ന് UNRWA അറിയിച്ചു. ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ഉപരോധവും ആസൂത്രിത വംശഹത്യയും കാരണം ഗസയിലെ ജനങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിൽ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇത് കുട്ടികൾക്കടക്കം ഭക്ഷണം ലഭിക്കുന്നതിൽ വലിയ വിഘാതമാകുന്നുണ്ട്. പട്ടിണി മൂലം ഗസയിൽ 2 കുട്ടികൾ കൂടി മരിച്ചതായി അധികൃതർ അറിയിച്ചിരുന്നു. വടക്കൻ ഗസയിലെ ബെയ്ത് ലാഹിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടികളാണ് മരിച്ചത്. ഇതോടെ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചവരുടെ എണ്ണം 27ആയി. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ അമ്മമാർ കുഞ്ഞുങ്ങളെ മുലയൂട്ടാനാവാതെ ഗതികേടിലാണ്. ഇതിനാൽ കുഞ്ഞുങ്ങൾക്കായി മറ്റ് ഭക്ഷണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് രക്ഷിതാക്കൾ. ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോകുന്ന ട്രക്കുകൾ ഇസ്രയേൽ മനഃപൂർവ്വം തടയുകയാണെന്ന് യൂറോമെഡ് മോണിറ്റർ ആരോപിച്ചു. വടക്കൻ ഗസയിലെ ജനവാസം തന്നെ ഇല്ലാതാക്കാനാണ് ഇസ്രയേലിന്റെ ശ്രമം. സൈനിക ആക്രമണം, ഭീഷണിപ്പെടുത്തൽ, പട്ടിണി എന്നിവ ആയുധമാക്കി വടക്കൻ ഗസയിൽ നിന്ന് പലസ്തീനികളെ തെക്കൻ ഭാഗത്തേക്ക് കുടിയിറക്കുകയാണ്. പട്ടിണി മൂലം മരണം ഒഴിവാക്കാൻ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി ഗസയുടെ മധ്യ തെക്കൻ പ്രദേശങ്ങളിലേക്ക് പോകാൻ ഇസ്രയേൽ സൈന്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടതായും യൂറോമെഡ് മോണിറ്റർ വ്യക്തമാക്കുന്നു. പട്ടിണിയെ ആയുധമാക്കിയ ഇസ്രയേൽ ഗസയിലെ ഭക്ഷണ സംവിധാനങ്ങളെ തകർക്കുകയാണെന്ന് കഴിഞ്ഞയാഴ്ച ഐക്യരാഷ്ട്രസഭാ പ്രതിനിധി മൈക്കൽ ഫക്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാനാകുന്നില്ലെന്നും UN മനുഷ്യാവകാശ കൗൺസിലിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു.